എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. ഏകദേശം ഒരു 10-25 വർഷക്കാലം സിനിമാ മോഹമായിട്ട് നടന്ന് ഇപ്പോൾ ഈ സിനിമ എന്ന ഒരു സർക്കിളിലേക്ക് എത്താൻ ഇത്രയും കാലം വേണ്ടി വന്നു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട്. ആദ്യ സംരംഭമാണ്. അതിന് ഇനി എത്ര വലിയ കലയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിനോടൊക്കെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന സലീം ഖാ. ആ സലീം ഖായിലേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായാണ്. അപ്പോൾ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ചേർന്ന് നിന്ന ദിൻഷാദ് നാസർ, ശ്യാംലാൽ, ക്യാമറമാൻ ജിബ്രാൻ ഷമീർ, ഒരുപാട് പേരുണ്ട് പെട്ടെന്ന്. പിന്നെ ബബീർ പോക്കർ, ഓറേറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നിലവിൽ ഞങ്ങൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സിനിമയുടെ പുറകിൽ ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രയത്നവും ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. പിന്നെ എന്താ പറയാ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമയെ നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണണം. കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയിപ്പിച്ചാൽ ഈ ഇതുപോലെയുള്ള പ്രൊഡ്യൂസർമാർ മുമ്പിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊമേഴ്സ്യൽ സിനിമ, ഇതൊരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്, ഇതിലൊരു ബിസിനസ് ഉണ്ട് എങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണിത്. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പറയാതെ പോകുന്നവരുണ്ട്. പക്ഷെ അത് പറയാൻ ഞാൻ കുറച്ച് ചങ്കൂറ്റം കാണിച്ചു. അതിൽ എന്തൊക്കെയാണ് നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആരെയും ഇതിനകത്ത് ഹനിച്ചിട്ടില്ല. ഇത് പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം തന്നെ എടുത്തത്. ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ. ഇനി ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ സലീം ഖാക്ക് മൈക്ക് കൈമാറാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ. പിന്നെ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ സിറാജും നവാസും കൂടി സമീപിച്ചപ്പോൾ തന്നെ ആ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ നമുക്കത് വലിയ താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കച്ചവട സിനിമയാക്കി എടുക്കാനല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സബ്ജക്റ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ വെള്ളിത്തെരയിൽ കാണണം, ഒരു സിനിമയാകണം, ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട്. അപ്പൊ അതിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സംവിധായകനായ സിറാജ് റസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത്. കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് അതിനുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനകത്തോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. വലിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് സംഭവത്തിലൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതും നമുക്കൊരു വലിയൊരു
ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നൽ മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കിത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടി. കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പകൾ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല, നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം, എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം, ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം. അങ്ങനെയാണ് സലീംക്കയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ്. അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരണം. താങ്ക് യു. നമസ്കാരം. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നുമല്ല. ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ട് എടുക്കുക അത് വലിയ ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. പിന്നെ ഞാൻ സിറാജ്ക്കാലത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത്, നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു മൂവി ആയിരിക്കണം. അപ്പോൾ ആ ഒരു വാക്ക് സിറാജൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നിങ്ങളെല്ലാവരും മൂവി കണ്ടതാണല്ലോ, നിങ്ങളും പുറത്തേക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ലെവലിൽ വേണം ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ളത് ഒരു കോൺട്രവേഴ്സി വേണേൽ ആകാൻ പറ്റുന്ന ഒരു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മതം എന്ന് പറയുന്നത് തന്നെ തൊട്ടാൽ ഈ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം സ്വന്തം മതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മറ്റുള്ളവരിൽ അറിയിക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും എന്താ പറയുക ഒരു എതിർപ്പുകൾ വരാൻ ചാൻസ് കരുതിയിരുന്നു? ഇല്ല, നമ്മളിതിനകത്ത് ആരെയും ഇൻസൾട്ട് ചെയ്തില്ല. ഒരു പള്ളി പോലും ഇതിനകത്ത് നിങ്ങൾ സിനിമ കണ്ടാണ്, ഒരു പള്ളി പോലും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഈ ഒരു വ്യക്തിയെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ലോകം നമ്മൾ തുമ്പിലാണെന്ന് എന്ന് പറയുമ്പോഴും, ഇന്ന് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും ഇപ്പോഴും മനുഷ്യർ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളുടെ, അല്ലെങ്കിൽ ഒരു മനുഷ്യരും മറ്റു മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം തന്നെ ഈ അടുത്ത് തന്നെ കുറേ വാർത്തകൾ വന്നാണ്, ഞാൻ മെൻഷൻ ചെയ്യുന്നത് സമകാലികമായിട്ട് തന്നെ കുറേ വാർത്തകൾ എല്ലാ മതങ്ങളിലുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇത് എൻ്റെ അനുഭവങ്ങളാണ്. ഈ കഥാപാത്രം നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ കുടുംബക്കാരിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ആരും അതിനെ എതിർക്കാനോ, അല്ലെങ്കിൽ ഇപ്പം ഈ സിനിമയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് അവിശ്വാസത്തിൽ പോകുന്നവരുമുണ്ട്, പക്ഷെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ആളുമുണ്ട്. അപ്പൊ ആരുടെ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നതെന്നൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്, പക്ഷേ ഇത് എല്ലാ വിഭാഗത്തിലും ഉണ്ടോയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തെയും ഫോക്കസ് ചെയ്യാത്തത്, മുസ്ലിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിച്ചത്? ഇത് എന്താന്ന് വെച്ചാല് മറ്റുള്ള മതങ്ങളിലൊക്കെ അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളാണ്. നമ്മളിത് ഒരു മതം ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല ഒരിക്കലും. ഇതിപ്പോ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു മതം, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ. കാരണം എപ്പോഴും പറയുന്നൊരു വിശ്വാസമുണ്ട് നമ്മൾ, അതായത് എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും
എന്നിട്ട് ഇതേ ആളുകൾ തന്നെ പോയി മനുഷ്യരോട് തന്നെ പ്രാർത്ഥിക്കുക, സഹായം ചോദിക്കുന്നതും കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ സിനിമ ഞാൻ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ഏതൊരു മതത്തിനും ഒരിക്കലും അനുസരിച്ചിട്ടില്ല. നാളെ ഇത് റിലീസിന് ശേഷം വിവാദങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് വിചാരിക്കുന്നു, ചർച്ചയാവാനോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ വിചാരിക്കുന്നുണ്ടോ? അതായത് മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാത്തിനും നേരിടാൻ ധൈര്യത്തോടെയാണ് ഇത് റിലീസിന് ഒരുങ്ങുന്നത്? അല്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സിനിമയെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് അതിപ്പോ ഓരോരുത്തർ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നോർമലി ഒരു ചിത്രം എടുക്കുന്ന സമയത്ത് സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സിനിമ പോലൊരു മേഖലയിൽ. അപ്പോൾ ഇതിന്റെ സബ്ജക്ട് ഇറക്കുന്ന സമയത്ത് അതിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇറക്കിയ തിയേറ്ററിൽ എത്ര നാള് നിൽക്കും, ഇതിലൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, ബിസിനസ് കാര്യങ്ങളൊക്കെ. ഇങ്ങനൊരു സബ്ജക്ട് എത്ര നാൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന പേടിയുണ്ടോ? ഇതിപ്പോ ഞങ്ങള് ഈ സിനിമ കണ്ടിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം ഒരു തൃപ്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയാ, നമ്മളിവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഇതോടെ ഒന്നും നടക്കില്ല. ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം ഈ സിനിമ കാണാനായി. കണ്ടാൽ മാത്രമേ അത് എവിടേക്കെങ്കിലും എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിന്റെ പിന്നിലില്ല. ഈ ഒരു സബ്ജക്റ്റ് കിട്ടു. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ പഠനയും ഇതുമാതിരി നൂല് വന്നിട്ട് എഴുതി കൊടുക്കാറുണ്ട്. ചില കുട്ടികൾക്ക് പഠിച്ചിട്ട് വരുമ്പോ അതൊരു വിശ്വാസമാണ് അവർക്ക്. അപ്പൊ അത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്നത്. എന്റെ വീട്ടിലിപ്പോ നിവാക്ക് പുസ്തകമില്ലാണ്ടിരിക്കണം. പക്ഷെ ആ പുള്ളിക്ക് എന്ത് നടക്കാൻ അല്ലെങ്കിൽ മെമ്മറി ഉള്ള സമയത്ത് പുള്ളി ഇത് ചെയ്തായിരുന്നു. അത് കാശ് വാങ്ങിച്ചിട്ടല്ല, അത് മാത്രം. നോർമലി അതൊരു വിശ്വാസമാണ് അടുത്ത വീട്ടുകാർക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു മന്ത്രിച്ചു ഒരു സമാധാനം കിട്ടുമെന്നുള്ളത്. എന്തായാലും ഇതിപ്പോ എവിടേക്കാണ് എത്താന്നുള്ളത് അറിയില്ല. എന്തായാലും ചർച്ച ചെയ്യപ്പെടുത്തെ എന്ത് ശരിയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് ഉദാഹരണം എനിക്കില്ല. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. നവാസ്കാക്ക് ഫസ്റ്റ് സബ്ജക്ട് കേട്ടുമ്പോ എന്താണ് ഫീൽ ചെയ്തത്? ധൈര്യത്തോടെ മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചത്? കാരണം കൊല്ലാറങ്ങിയതാണ്. എന്താണ് ആദ്യം ഫീൽ ചെയ്തത്? ഇല്ല, ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമാശ കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം, പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറെ ഏരിയകൾ ഇതിനകത്തുണ്ട്. ഈ ഈഴ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിന് ഫോക്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്ത വിഷയമൊക്കെ അതിന്റെ ഒരു പോർഷൻ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത കുറെ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതില് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളെല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരുണ്ട്. ഒരു വീടിനകത്ത് തന്നെ 5 പേരാണെങ്കിൽ 5 ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമാകാം, മതമാകാം, ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ്. അതിന്റെ ആ രീതിയിൽ അവര് പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം. അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു വിഷയമല്ല, ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഈഴ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം. അത് തിയേറ്ററിൽ വന്ന് കണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും. അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങളെ ചീത്ത പറഞ്ഞ അദ്ദേഹം ചിലപ്പോൾ പോകും. ചീത്ത പറയില്ല, കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ്. പക്ഷെ ഇനി അടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അതിന്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമുണ്ട്.
നമസ്കാരം. ഈ സിനിമയിൽ പറയുന്ന ചെറിയ ചില സീൻസ് എന്നാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓൺ കമ്മ്യൂണിറ്റി തന്നെ പരിഹരിക്കുക എന്നൊരു സാധനമുണ്ട്. പുറത്തേക്ക് പ്രശ്നങ്ങൾ ഡോക്ടറിനൊന്നും കാണിക്കാതെ ഓൺ കമ്മ്യൂണിറ്റി തന്നെ വീട്ടിൽ നിന്ന് കിടക്കുന്നത് വീട്ടിൽ തന്നെ തീരണം, അല്ലെങ്കിൽ പുറത്ത് ആളെ അറിയിക്കരുത് എന്നൊരു സാധനമുണ്ട്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ പല കാര്യം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി തന്നെ കഴിഞ്ഞിടെ തന്നെ ഒരുപാട് ഡൗറി ഇഷ്യൂസ് ഉണ്ട്. അതിന് പിന്നെ ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ഈ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം അതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക്? അതില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അതിപ്പോ ഇതൊന്നും ഈ ഒരു ചിന്താഗതി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും സംഭവിക്കുന്നുണ്ട്. മനുഷ്യന്റെ മാനസിക നില എങ്ങനെയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിതൊക്കെ ന്യൂസ് വാർത്തയാകുമ്പോഴാണല്ലോ അറിയുന്നത്. ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും. അതിന് ഒരു സെക്കൻഡ് മുൻപ് വരെ നമ്മളൊന്നും അറിയുന്നില്ല. ഇത് ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടാവും. നാളെ അത് വരണം, അപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അതിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. മനുഷ്യന്റെ ചിന്താഗതികൾ, അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് അവരുടെ ജീവിത ശൈലി വെച്ചുകൊണ്ട് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, പ്രാരാബ്ദങ്ങളൊക്കെ ഇതിനൊരു കാരണമായിട്ട് വന്നേക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. നമ്മുടെ ഈ വളർച്ചയിൽ എപ്പോഴും തടസ്സം നിൽക്കുന്ന ഒരു കല്യാണം വന്നാൽ പോലും ആദ്യമേ എല്ലാവരും ഏത് ജാതിയോ നമ്മുടെ ആൾക്കാരാണോ എന്നൊരു ചർച്ച എപ്പോഴും നമ്മൾ എത്രത്തോളം ഉന്നതിയിൽ വളർന്നെന്ന് പറയാൻ പോലും ഒരു പിന്നോക്കം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഈ മതത്തിന്റെ അങ്ങനെ അതൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ യോഗ്യനല്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളും അവർ വന്ന ഒരു ജീവിത രീതികളും അവരൊരു പാരമ്പര്യമൊക്കെ അതിന് കാരണമാകും. അത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണമല്ല. അത് അങ്ങനെ പിൻപറ്റി പോകുന്നവരുണ്ടാവും. ഇതൊന്നുമല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യുവതലമുറയുണ്ട്. അതൊന്നും നമ്മൾ ഒരു വ്യക്തിയിലൂടെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. തീർച്ചയായിട്ടും കണ്ടിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. ഈ കേട്ടത്തോളം വെച്ചിട്ട്, അതായത് നിലവില് നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും ചിലവര്, അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറൊക്കെ ഉണ്ട്. ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തീസ്റ്റ് സ്വഭാവമാണ് പറയുക. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വിശ്വാസികളെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർക്കുന്നില്ല എന്നും പറയും. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? എന്റെ അറിവില്ലായ്മ അറിയില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പുതിയ അറിവാണ്. ഞാൻ അത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അതെന്താന്ന് ചെയ്യാത്ത ഒരാളാണ്. കാരണം നമ്മൾ വരുന്നതിനെ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടുപോകാന്നല്ല, അന്വേഷിച്ചൊരു പോക്കില്ല. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവാണ്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി, അതായത് കുറെ വിശ്വാസികൾ അവര് വിശ്വസിക്കുന്നത് അവരുടെ ഇഷ്ടം, അല്ലാതെ അതിനെ കുറ്റം പറഞ്ഞ് അതൊരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അല്ല, ഇതിന് ആക്ഷേപഹാസ്യം എന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് മുതൽക്കേ നമ്മള് പലതിനെ വിമർശിച്ചിരുന്നത്, പല നാടകങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്, ആക്ഷേപഹാസ്യത്തിലൂടെ മിമിക്രി വേദികളിലൂടെ ഇതാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അത് സിനിമയൊക്കെ ഒരു ഭാഗമാണ്. ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവമല്ല. പിന്നെ സിനിമയായി കാണുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ, അത് നമുക്ക് എവിടെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, ശരിയാണത് എൻ്റെ അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആളാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടായാൽ അത് നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നിനെയും അത്തരത്തിൽ വിലയിരുത്തി സംസാരിക്കാനോ ഈ ഒരു വേദി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. എനിക്ക് സാധിക്കില്ല. നമസ്കാരം. അതൊന്നും ഞാൻ ചോദിക്കാണ്. അപ്പം ഒരുപാട് കാലമായി ഹാസ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു തമാശ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കണം, അയാളിലേക്ക് എങ്ങനെ ചിരി എത്തിക്കണം എന്ന് ഒരു കലാകാരനെന്ന് നല്ലൊരു അറിയാം. പക്ഷെ ഇന്നൊരു കാലത്ത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഒന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് ഇല്ലാത്ത, പണ്ടൊക്കെ നമ്മള് ആസ്വദിച്ചോണ്ടിരുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്നു എന്നുള്ള ലെവലുണ്ട്. അപ്പം ഒരു തമാശ പറയണ പോലും 10 തവണ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ? അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ അതേ തമാശയിലൂടെ തന്നെ, ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവർ അനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അവരുണ്ടാക്കിയുള്ള വിവാദങ്ങളെ വരെ നമ്മൾ തമാശവൽക്കരിക്കുമ്പോൾ ഒക്കെ
അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അത് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലപ്പോൾ അനിവാര്യമാകാം. നമ്മൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനും ഉള്ളതല്ലല്ലോ, അതിനാണ് നിയമമുള്ളത്. കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദി കിട്ടി, ഒരു തമാശ പറഞ്ഞ അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെ ഹനിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നേരത്തെ സിറാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി. കേൾക്കുന്ന ആളെ, ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയുമ്പോൾ ആൾ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? അത്ര നമ്മൾ നോക്കിയാൽ മതി. ഒരു ഇടവേളയ്ക്ക് ശേഷം ചിത്രങ്ങൾ കഥാപാത്രമാണ്. അപ്പൊ പ്രേക്ഷകരിലേക്ക് എനിക്ക് ഇന്ന സിഗ്നേച്ചർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഒരു കഥാപാത്രമായിരിക്കണം എന്ന് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു കഥാപാത്രം എത്തി എന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ ചെയ്യണമെന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അപ്പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത്. പക്ഷെ അതിന് കണ്ടന്റ് നല്ലതാണ്, എൻ്റെ ക്യാരക്ടർ നല്ലതാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാനായിട്ടിരുന്നതൊന്നുമല്ല, നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതിലെ കഥാപാത്രം വളരെ നോട്ടമുള്ള ഒരു കഥാപാത്രമാണ്. ഇത്രയും ചുറ്റുപാടും ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴും അതിന് നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, ചുറ്റും എപ്പോഴും കാണാമല്ലോ, നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ്, ഗോഡിനോട് സ്ട്രെയിറ്റ് ഉള്ളൊരു അപ്പിയറൻസ് ആണ്. കാര്യം ഇടയ്ക്ക് ഒരാൾ വേണ്ട കാര്യമില്ല. കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പാണ്. നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോവല്ലേ ആ സ്ഥാനം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും, പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം അത്രയും പവറുള്ള ഒരാളല്ലേ, എല്ലാവരുടെ കാര്യങ്ങളും സ്ട്രെയിറ്റ് എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. ചേച്ചി, ഞാൻ ചേച്ചിന്ന് വിളിക്കാൻ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പം നമ്മുടെ കുടുംബത്തിലൊരു അംഗം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തോന്നി. അതാണ് ഞാൻ ചേച്ചി എന്ന് വിളിക്കാൻ കാരണം. അപ്പം ഈ ഒരു റോള് തിരഞ്ഞെടുക്കാൻ തോന്നിയ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ മതമാമൂലികളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ യഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളെയും മതമാമൂലികളെയും തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതയാത്ര ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് വിദേശത്തു നിന്നും വരുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു കുടുംബിന് നേരിടുന്ന വിഷയങ്ങൾ, അതിനകത്ത് മതമാമൂലികളെ പൊളിച്ചെഴുതുന്നത് മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം, പരസ്പരം സംസാരിച്ചാൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറുമെന്നും പറയാതെ പറയുന്നത്, അതുപോലെ തന്നെ പങ്കുവയ്ക്കലുകൾ, ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിലായാലും, അങ്ങനെ നമ്മുടെ ചുറ്റുപാട്, എൻ്റെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നവാസികയുടെ കഥാപാത്രവും നമുക്കറിയാവുന്ന ഒരു കഥാപാത്രം. ഓരോരുത്തരും, ഞാനും ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാനും ആ ഒരു നിങ്ങൾ അവതരിപ്പിച്ച അതിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ മതമാമൂലികളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അത് എങ്ങനെ കെട്ടുറപ്പായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാതെ പറയുന്നുമുണ്ട് സിനിമ. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്തായിരുന്നു? ഉണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഉൾസൈഡുകളിലായിരിക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഡയറക്ടറോടാണ് ആലുവ സ്ലാങ് അല്ലെങ്കിൽ പെരുമ്പാവൂർ സ്ലാങ് ഇതിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണ് പ്രേമം തുടങ്ങിയപ്പോഴാണ് അത് കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. എന്താണ് അത് മാത്രം പിടിക്കാനുള്ള കാര്യം? അത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഈ മുസ്ലിം കൺസെപ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലം വരുന്ന സിനിമകൾ എപ്പോഴും പറയുമ്പോൾ അതായത് മലബാറിൻ്റെ കൾച്ചറും അല്ലെങ്കിൽ മലബാറിൻ്റെ സ്ലാങ്ങും ഒക്കെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോർത്തുകളോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് കിട്ടുമോ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനമേ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ആലുവ പെരുമ്പാവൂരിൽ നിന്ന് അടുക്കുകയാണ്. അപ്പോൾ
ആ ഒരു സ്ലാങ് ഇതിനകത്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാൻ പോലെ ഞങ്ങളും ഈ കമ്മ്യൂണിറ്റി പെട്ടാണല്ലോ, നമ്മൾ ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി വേറൊരു സ്ലാങ് നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതേ നമ്മുടേതായ സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഒരു സ്ലാങ് തന്നെ ഉപയോഗിച്ചു, ശൈലി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിലെ പാട്ടുകൾ ചെയ്തത് അത് കണ്ടില്ല, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാട്ടുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സിനിമയിൽ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാനരചന ഞാൻ തന്നെയാണ്, സംഗീതം ഞാനാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെ തോന്നി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. അത് വർക്കായി എന്നുള്ളതാണ്. നിങ്ങളാണ് ഇപ്പൊ കണ്ടില്ല എന്ന് പറഞ്ഞു, കണ്ടിട്ട് പറയുമ്പോഴാണ് അതിന് 3 ഗാനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ നമ്മുടെ ഫസ്റ്റത്തെ ടീച്ചറിൽ ഇറങ്ങിയ ഒരു സോങ് അത്യാവശ്യം വർക്കായിട്ട് ട്രെൻഡ് 40 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇതിനൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുതിയ ഡയറക്ടർ ആയതുകൊണ്ടും പുതിയ മ്യൂസിഷ്യൻ ആയതുകൊണ്ടും എൻ്റെ ഈ ഒരു ഓഡിയോ റേക്സ് ഞാൻ ഇവിടുത്തെ സകല ചാനലുകളിലും പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്നെ തഴഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു പുതിയ എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും അല്ലെങ്കിൽ എല്ലാ നടന്മാർക്കും എല്ലാ ഡയറക്ടർക്കും ഒക്കെ തുടക്കമുണ്ടായിട്ടുണ്ട്. എപ്പോഴും മുമ്പിലേക്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളിതിനു മുമ്പ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തു. ഈ ഒരു ചോദ്യം നേരിട്ട് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടെ ഞാൻ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിച്ചു എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ഇങ്ങനെയുള്ള മതത്തിലെ ചില പോരായ്മകള് ചില സത്യങ്ങള് അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചേകന്നൂർ മൗലവി പോലുള്ളവര് 5 നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ആള് തിരോധാനം സംഭവിച്ചതിന് ശേഷം, അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് ഇതിനെ പറയാനുള്ള ഒരു പ്രചോദനം, അതായത് ആ ധൈര്യം എവിടെ കിട്ടും? അല്ല, ഇതെന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മതം എല്ലാവരുടെയും എല്ലാ ആളുകളുടെയും മതം മനോഹരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. മതം എപ്പോഴും മതം ഒരിക്കലും തിന്മയിലേക്ക് ആരും നയിക്കില്ല. മതം എപ്പോഴും നന്മയാണ് തന്നെ പറയണത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ട് നിങ്ങളാളെ കൊല്ലുന്ന അല്ലെങ്കിൽ അയൽക്കാരൻ ഉപദ്രവിക്കുന്നവരും പറയുന്നത്, എല്ലാവരും നന്മ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോരുത്തരും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് തുറന്ന് പറയാം. എനിക്ക് ചങ്കൂറ്റം കാണിക്കണമെന്നുള്ളൂ, ഞാനത് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ എഴുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ്. ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസമുണ്ട്, ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും പിന്നീട് അത് പരസഹായം തേടാൻ പോകുന്നതിനെതിരെയാണ് നമ്മുടെ ഈ സിനിമ പ്രതിപാദിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കുറച്ചൊരു അതായത് നമുക്ക് ഇപ്പൊ എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയ വലിയ അതായത് താരം അദ്ദേഹം ആദ്യം സൂപ്പർ സ്റ്റാറിന്റെ അടുത്താണ് പോയത്. അപ്പൊ അടുത്ത മാസം കാണാന്ന് പറഞ്ഞു, പിന്നെ ഒരു വർഷം പറഞ്ഞു. അതായത് ഞാൻ പറയട്ടെ, അതെ അല്ല, മാസ്ക സൂപ്പർ സ്റ്റാർ ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ഒരുപാട് നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് മിമിക്രി കലാകാരന്മാർ തന്നെയുണ്ട്. ഇവർക്കും സത്യത്തിൽ അർഹപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. കാരണം എപ്പോഴും ബിസിനസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നവാസ്കായും രഹനായൊക്കെ അസാധ്യമായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു പാർട്ടി കിട്ടാത്തത് കൊണ്ട് അവർ പെർഫോം ചെയ്താൽ അവർക്ക് കിട്ടുന്ന കാരണം അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ ഇന്നത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടി അവർ പെർഫോം ചെയ്യും. അത് ഏറ്റവും വലിയ ഉത്തരമാണ് ഈ സിനിമ. ശ്രദ്ധിക്കപ്പെടും എന്നും കൂടി അതിനകത്തുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു എല്ലാവരും, ഞാൻ അങ്ങനെ പറയുന്നില്ല, എല്ലാവരും ഒരേ മതവിഭാഗത്തില് പെട്ടവരാണ് മെയിൻ സ്ട്രീമിലായിട്ട് ഇതിൽ വന്നിട്ട്, ഡയറക്ടർ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെടും. അത് നിങ്ങൾക്ക് അതായത് യാദൃച്ഛികമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വർക്ക് ചെയ്തു. ഇപ്പൊ ആ ഉമ്മ കഥാപാത്രം ഷേർലി ടീച്ചറാണ്, ടീച്ചറാണ്. അങ്ങനെ ഇത് സിനിമയാണ്, ഒരു പക്ക സിനിമയാണ്. നമുക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തു. അവിടെ യാദൃച്ഛികമായിട്ട് സെയിം കമ്മ്യൂണിറ്റിയിൽ വന്നു. അതെന്താ ക്ലിയർ ചെയ്യണത്? കാരണം വെച്ചാല് ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത്ത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷനും പറഞ്ഞുകൊണ്ട് ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ
ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ്സുള്ള നടൻ വേണം, നടി വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിൻ്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും, പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പോൾ റീസെൻ്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്: ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റില്ലെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പോൾ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിന് നമ്മൾ വേറെ പോവാതിരിക്കാനാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും, പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പം ഞാൻ വന്നു പകരം അതിന് കൂടെ വേറൊരു നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവം. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ, കലൂർ രഘുമാറിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണത്, എയർ കാസ്റ്റിംഗ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചെത്തുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അത് അങ്ങനെ സംഭവം വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്. നോർമലി ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതം തുടരുന്ന ലെവലിലേക്ക് എൻഡ് ചെയ്യുന്നു. ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ അങ്ങനെ ലെവലിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് യൂസ് ചെയ്തത്? അല്ല, ഇത് നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ നന്നാവുന്നില്ല, പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതായത് നമുക്കൊരു തോട്ട്, നമ്മൾ അതായത് ചിന്തിക്കാനൊരു സാധനം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ആ വഴി തുടരുന്നവർക്ക് തുടരാം. നമ്മളാരും തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നമ്മൾ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ നൂല് മന്ത്രിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ മന്ത്രിച്ചു കൊടുക്കുക, പഞ്ചസാര മന്ത്രിച്ചു കൊടുക്കുക, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്. ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്യാറുമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ അതല്ല, അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മളൊരു പ്രത്യേകമായിട്ട് നമ്മളെ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതെന്ന് എല്ലാം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ? ഇതെന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എല്ലാം അംബാനിക്ക് പ്രശ്നമുണ്ട്, യൂസുഫ് അലിക്ക് പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി എന്തായാലും പരിഹാരം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഓരോ വില്ലന്മാർ കയറി വരുന്നത്. അപ്പൊ അവര് ഇത് മിസ്യൂസ് ചെയ്യും. കാരണം ഇവര് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ പൈസ മേടിക്കാതെ ആരെങ്കിലും പരിഹാരം ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പ്രാവശ്യം ചെയ്യും, രണ്ടാമത് ചെയ്യുമ്പോൾ മോനെ ഒന്നും ആവശ്യമില്ല, അത് നേരിട്ടോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതാണ് അതായത് നമ്മുടെ നിസ്സഹാവസ്ഥ മുതലെടുക്കുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്കിതിന്റെ പൂർണ്ണമായ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് അത് സിനിമ കണ്ടിട്ടാണ് നിങ്ങളിത് വിലയിരുത്തേണ്ടത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതുപോലെ ഒരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് കഥാപാത്രം കൈകാര്യം ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ. ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യൂവിന്റെ പേരിൽ എപ്പോഴും റിജക്ഷൻസ് ഫീൽ ചെയ്തു? അതുണ്ടായിരിക്കാം, അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ ഒരു 4 പേര് വരുന്ന ഒരു കഥ, മെയിൻ ലീഡിങ് ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, ഒരു 4-5 പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എന്നുള്ളതല്ല, പലവരും പല അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചേ മതിയാകും. അല്ല, അതായത് ബിസിനസ് മാത്രം, ഇപ്പോൾ സലീംക പറഞ്ഞ പോലെ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന ആളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാൾ മതി, അപ്പോൾ അയാൾക്ക് മാർക്കറ്റ് ഇയാൾക്കുണ്ടോ എന്നാൽ ഇയാൾ മതി എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റിന്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ആ ഓപ്ഷനിലേക്ക് അടുത്ത ആൾ വരിക. അതങ്ങനെ ഉള്ളൂ സർവ്വസാധാരണ. എന്നെയോ? എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ്, ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ. അത് അവര് ചിലപ്പോ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ,
അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കയറും. ഇപ്പൊ ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. അതായത് ഇതിൽ കംപ്ലീറ്റ് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര കരച്ചിലാണ്. അത് പണ്ട് അങ്ങനെ തന്നെ. അതാണ് ചോദിച്ചത്. നവാസ്ക ഈ കുറെ നാളായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നു. ഇപ്പൊ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. ഇത് ഈ നവാസ്ക കാരണം ഒരുപാട് കരണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കങ്ങനെ വീട്ടിൽ കരയേണ്ടി വന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെയൊന്നും നവാസ്ക പറഞ്ഞു. അവര് ചോദിച്ചാൽ കുറെ നാളായിട്ട് കരയാതെ ഇരുന്നിട്ടായിരിക്കും സ്ക്രീനിലാണ് ഇങ്ങനെ കരഞ്ഞതെന്ന്. അല്ല, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ നേരത്തെ തുടങ്ങി, അതായത് ചെറുക്കളെ തുടങ്ങി എൻ്റെ ഫാദർ ഡ്രാമയിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. ഉപ്പാടെ ഒരു വീക്ക്നെസ് ആണ്. കാരണം എന്താ വെച്ചാൽ സിൻഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് ഉപ്പയുടെ പേര് കൊച്ചിൻ ഹസനാർ എന്നാണ്. അപ്പോൾ ഉപ്പ ചെയ്യണമെന്നിട്ട് എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മാക്സിമം കിട്ടുന്ന സിൻഡിയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യും. ഇപ്പോഴേ ഉപ്പാടെ കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചാൽ അതിനകത്ത് ആ ഉപ്പാടെ ക്യാരക്ടർ ചെയ്ത അദ്ദേഹത്തിന് സ്ക്രീനിൽ കണ്ട സമയത്ത് ശരിക്കും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. അതായത് ഒരു അഭിനേതാവിനെ കൊണ്ട് നിർത്തി അഭിനയിപ്പിക്കുന്നത് പോലെ അല്ല ഫീൽ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ തന്നെ തോന്നി. അപ്പം അദ്ദേഹത്തിന് വേറെ സിനിമകളിൽ അങ്ങനെ കണ്ട് എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഫസ്റ്റ് മൂവി അപ്പൊ ഒരു മൂവി ലേലത്തില് ചെറിയൊരു സമയം ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിയാരുടെ. അത് ജസ്റ്റ് ഒരു സീനാണ്. ഇപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലാകുന്ന നാടകകലാകാരനായിരുന്നു എന്ന് പറഞ്ഞു. 45 years ആയിട്ട് ഡ്രാമ ഇപ്പോഴും മെയിൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു പ്രൊഫഷണൽ ഡ്രാമ ആയുള്ള പാട്ടുപെട്ടി എന്ന് പറഞ്ഞത്. ഈ ഡയറക്ടറോട് ഇവരിലൂടെയാണോ അദ്ദേഹത്തിലേക്ക് എത്തിയത്, അതോ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യണോന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു? ഇല്ല, അതായത് ഞാൻ ഇവരെ രണ്ടുപേരെയാണ് ആദ്യം നവാസ്ക കാരണം രഹന ഓൾറെഡി ഫീൽഡില്ല. നവാസ്കയിലേക്ക് എത്താനും പറഞ്ഞ ഞാൻ വിളിച്ചോ പറഞ്ഞു ഇല്ലടാ ഞാൻ മെയിൻ ലീഡാണ് ക്യാരക്ടർ വേഷം സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നവാസ്ക ഇതായത്. ഞാൻ അന്ന് അവിടുത്തെ പോരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതിനൊപ്പം ഒന്ന് രഹനായും കൂടി അഭിനയിച്ചാൽ അതിനൊന്ന് വഴക്കൊന്നും പറയരുതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം രഹനായും കൂടി അഭിനയിച്ചാൽ എനിക്കൊരു സന്തോഷമാവും. കാരണം നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ആവും. പിന്നെ ഒരു പുതുമയുണ്ട്. എപ്പോഴും നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടറൊക്കെ എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ. പക്ഷെ ഇവര് രണ്ടുപേരും കലാകാരന്മാർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സിനിമയിൽ വരാന്ന് വളരെ അപൂർവമാണ്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇത്ര മെയിൻ ലീഡായിട്ട് അത് പിന്നെ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉപ്പ എന്ന് പറഞ്ഞൊരു നാടക നടൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പാനെ അന്നാണ് കാണുന്നത് അവിടെ ജസ്റ്റ് വെച്ച്. അപ്പൊ ഇതാരെങ്കിലും നാടക നടൻ നമുക്ക് അങ്ങനെ ഉപ്പാടെ കാര്യം കൂടി നമുക്കൊന്ന് ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് 3 പേര് പോകുന്നുള്ളൂ. എന്നിട്ട് മൊത്തത്തിൽ എമൗണ്ട് പറഞ്ഞു കൊട്ടേഷൻ. അപ്പൊ അങ്ങനെ ലാഭം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സിറാജ്. കുളത്തിലാണല്ലോ, പുറത്തേക്ക് പോയില്ലോ. ഇതിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞാൽ February 7th ആണ്. പക്ഷെ February 6th പാൻ ഇന്ത്യൻ പടമായ അജിത്തിന്റെ വിടാമുയർച്ച ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പേടിയുണ്ടോ? കാരണം ഇത് വിടാമുയർച്ചയുടെ റിലീസിന് ശേഷമാണ് അതിന്റെ റിലീസ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇത്? നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു സിനിമകളുടെ ഒപ്പം വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം കിടപിടിക്കാനോ നമ്മളില്ല. ഇതൊരു കൊച്ചു ചിത്രമാണ്, ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു കൊച്ചു സിനിമയിൽ ഇനി എത്ര വലിയ സിനിമകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സിനിമയും കാണണം, എൻ്റെ സിനിമ മാത്രമേ കാണണമെന്നല്ല. ഇതൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ ഇനിയും ചെയ്യാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് എൻ്റെ അടുത്ത് സലീമൊക്കെ പറഞ്ഞ എനിക്കതിനകത്ത് ഒരു രൂപ ലാഭം വേണ്ട, ഈ മുടക്കിയ കാശിട്ട് നമുക്ക് അടുത്ത സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിൽ കലാമൂല്യം കൊണ്ട് ഒരുപാട് കഥകളുണ്ട്, ഇനി ബിസിനസ് പരമായിട്ടുള്ള കഥകളുണ്ട്. അത് ഏതിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പം അതായത് ഇതില് മാത്രമല്ലല്ലോ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രമുഖ ധ്യാന കേന്ദ്രത്തില് അവിടുത്തെ പത്രം, അവരുടെ പത്രം ഒരു അസുഖം വന്നപ്പോൾ അത് കഴിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടായി, ICU വരെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്.
അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പല മതങ്ങളും. ഇപ്പൊ പ്രൊഡ്യൂസർ ഈ പടത്തിൽ നിന്ന് ഒരു ലാഭം കിട്ടി കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അല്ല, അങ്ങനെ നമ്മളിങ്ങനെ മതം തന്നെ പറയണമെന്ന് ഇല്ലല്ലോ. നമ്മളിത് പറയാനുള്ളത് ഈ സാധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോ ഒരു കുറെ കാലത്ത് എല്ലാ മതങ്ങൾക്കും ഇത് കാണാം. അല്ലാണ്ട് ഇതിപ്പോ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ള കാണാനുള്ള സിനിമ അല്ലല്ലോ. ഒരു സിനിമയാണ്, പക്ക ഒരു സിനിമയാണ്. ഇതിനകത്ത് എല്ലാ കാസ്റ്റിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് മതസൗഹാർദ്ദം പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളങ്ങനത്തെ ഒരു മതം പറയുന്ന സിനിമ അല്ലല്ലോ. നിങ്ങളങ്ങനെ തോന്നിയാ ഇതൊരിക്കലും മതം പറയുന്ന സിനിമ. ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സാമൂഹികമായിട്ടുള്ള ഈ അനാചാരങ്ങൾക്കെതിരെയുള്ള സിനിമയാണ്. ടാർഗറ്റഡ് അല്ല, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പക്കൊരു ശരിക്കും സിനിമ ആണ്. നിങ്ങൾക്ക് ഒരു എന്റർടൈൻ ചെയ്യാനായത് 1 മണിക്കൂറിനും 50 മിനിറ്റും. അല്ലാണ്ട് നമ്മളിത് ആരെയും വിളിച്ച് ഇത് ഭയങ്കരമായിട്ട് കത്തിക്കണം അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. ഞാൻ പറഞ്ഞ നേരത്തെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തനമല്ല, അല്ലാതെ ചോദിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു ചൈനൂർ മൗലിയുടെ കാര്യമെല്ലാം പറഞ്ഞു. ഈ സിനിമ സാമുദായികപരമായിട്ടോ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഇത് വരുത്താൻ വേണ്ടിയുള്ള സിനിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അത് ചൈനൂർ മൗലിയുടെക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തനം ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ചൈനൂർ മൗലിക്ക് എന്താണ് സംഭവിച്ചത് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയൊന്നും പോകേണ്ട കേസ്. ഇതൊരു സിനിമയാണ്. നമുക്ക് സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളില്ല. ഇത് നമ്മള് ഒരിക്കലും മതം പറയുക അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയുമെന്നുള്ള നിങ്ങൾ ഇതിനൊരു സിനിമയായിട്ട് കാണുക. അത് ഇഷ്ടമുള്ളവർക്ക് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതൽ ഈ സിനിമയുടെ പേരിൽ എനിക്കിപ്പോ ഇവിടെ നടക്കുന്ന എല്ലാ സാമുദായിക കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ അടുത്ത സ്ക്രിപ്റ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ലേ, സാധാരണ ഈ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല സാധാരണ. അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഭയങ്കര ധൈര്യത്തോടെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതില് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ശരിക്കും അതിനെ വിമർശിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതാണ് ഉള്ളിക്ക് പറഞ്ഞതിന് മനസ്സിലായ കാര്യം. അതായത് നമുക്ക് എന്താ പറയാ, ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനൊക്കെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും ബുദ്ധി തോന്നി തട്ടിക്കളഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് ജയിലിൽ പോയി കേസൊക്കെ ആയിട്ട് നടക്കും. അതാണ് എന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നല്ല സിനിമയൊക്കെ ആയിട്ട് വരാൻ കഴിയും എന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടെ ഉണ്ടാവും. അങ്ങനെ മറ്റുള്ള മതങ്ങൾക്ക് ഭീഷണിയായിരിക്കും. അല്ല, ഇതിനകത്ത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മതം പറയാനായിട്ട് കാരണം ഇതൊരു മത സിനിമ അല്ല ഇതൊരിക്കലും. നമ്മളിങ്ങനെ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ആളുകൾ വല്ലാണ്ട് വേറെ രീതിയിലേക്ക് തലത്തിലേക്ക് പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാൻ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ സിനിമ കണ്ടതാണ്. ഇതൊരു മത സിനിമയാണോ? മതസിനിമയല്ല, നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങള് അതായത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലോകം വിരൽത്തുമ്പിൽ, അതായത് ഒരു മൊബൈലിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് അറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട്. ഈ അറിവുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ടെക്നോളജികൾ വളർന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം മാമൂൽ കെട്ടുകളിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നത് എന്താണ് ഉള്ളതാണ് നമ്മൾ ഈ സിനിമകളെ പ്രതിപാദിക്കുന്നത്. എന്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഇതിലൊരു പർട്ടിക്കുലർ സീനില് ഇപ്പൊ രഹനയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് അശുദ്ധിയാണ്, അടുക്കളയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല. അതാണ്. അല്ല, ഇതെന്താണ് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് പറയാം, ഞാനൊരു കഥ എഴുതി. ആ കഥ ഞാൻ അതിനകത്ത് വച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരും പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആണ് പറയുന്നത്. അല്ല, ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുമ്പോൾ നേരിട്ട് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണല്ലോ എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. സിനിമയിലെ പല കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് അറിവില്ല. അതാണ് ഞാൻ ആ സീനിൽ ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ചോദിച്ചത്. അല്ല, ഞാൻ എന്നെ മറുപടി പറഞ്ഞു. അതായത് എന്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ തെളിവ് എവിടെയാണെന്ന് ചോദിക്കരുത്. കാരണം അത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവം വന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് ഇടയിൽ ഉണ്ടാവാം.
ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കഥയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ, ഇതേ സീൻ തന്നെ കുറെ ഹിന്ദു റിലീജിയനെ ബേസ് ചെയ്തിട്ട് കുറെ ഫിലിംസിൽ വന്നിട്ടുണ്ട്. പക്ഷെ മുസ്ലിം റിലീജിയനെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ വന്നത്. എന്തായാലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാതെ ഈ സിനിമ വലിയൊരു വിജയം മാറട്ടെ. അടുത്തടുത്ത് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ഒരുപാട് താരങ്ങളെ മലയാള സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. താങ്ക് യു. ഈ കാണുമ്പോഴേ ആ ഒരു പെട്ടെന്ന് നമ്മളെ ഫ്ലെക്സ് കാണുമ്പോൾ ഷറഫുദ്ദീനെ പോലെ തോന്നുന്നുണ്ട് കാണാനേ. എന്നെ പോലെയല്ലേ ഷർഫുദ്ദീൻ? അത് ആദ്യം വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്. കുറച്ച് നേരം നിങ്ങൾ മാറ്റി പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുണ്ട്, ശരി ശരി ശരി. അങ്ങനെ പിന്നെ ആ സംസാര രീതികളും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ പലരും പറയാറുണ്ട്. അത് മാറ്റിയെടുക്കണം അല്ലേ? കല്യാണം എല്ലാവരും വീടിനകത്ത് തന്നെയാണ്. എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് അങ്ങനെ? മെജോറിറ്റി എല്ലാവർക്കും അങ്ങനത്തെ ഇങ്ങനെ വേഷങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അല്ലല്ല, അത് ഞാൻ പറയും. എന്നെ ആരും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ഞാനായിട്ട് വീട്ടിലിരുന്നതാണ്. എനിക്ക് കുട്ടികളെ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പൊ കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽഡിൽ നിന്ന് പോയപ്പോഴും എനിക്ക് അങ്ങനെ പോയിന്ന് തോന്നിയിട്ടില്ല. എന്റെ ലോക്കലിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. അതുള്ളിലുള്ളതുകൊണ്ടാണല്ലോ പെർഫോം ചെയ്യാൻ കിട്ടിയപ്പോ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും തോന്നില്ല. ലേറ്റ് ആയാലും നന്നായി വന്നില്ല. ഈ കഥ ഇപ്പോഴും വന്ന് പറഞ്ഞത് ഒരു 15 കൊല്ലം മുമ്പാണ് നമ്മൾ അന്ന് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇതുപോലെ കപ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട സ്ഥിതി.